ഒന്നാമത്തെ ചോദ്യം, 2024 ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെട്ട കർപ്പൂരി താക്കൂറുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകളിൽ തെറ്റായവ ഏതൊക്കെ? ലോകനായക് എന്നാണ് ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചത്. ഒഡീഷയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന ലഭിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായവ എന്നാണ് ചോദ്യം. ഉത്തരം കിട്ടേണ്ടതാണ്, കാരണം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. കർപ്പൂരി ഠാക്കൂർ ഉത്തരം കിട്ടിയ ആർക്കെങ്കിലും? പിള്ളേരെ, ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ്ട് ഇവിടെ തെറ്റായിട്ടുള്ളത്? ഇവിടെ നമുക്ക് നോക്കാം. ലോകനായക് എന്നാണ് ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചത്. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ? ലോകനായകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ലോകനായകൻ എന്നറിയപ്പെടുന്ന ആരെടാ? ലോകനായകൻ എന്നറിയപ്പെടുന്ന JP ആണ്, ജയപ്രകാശ് നാരായണനെയാണ് ലോകനായകൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ആദ്യത്തെ തെറ്റാണ്, ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത് ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്നു. ഒഡീഷ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? ബീഹാറിന്റെ മുഖ്യമന്ത്രി. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്ന ലഭിച്ചത്. അത് ശരിയല്ലേ? അത് ശരിയാണ്. അതായത് മൂന്നാമത്തത് ശരിയാണ് അല്ലെ? മൂന്നാമത്തെ ശരി. അപ്പൊ നമുക്ക് തെറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത് തെറ്റായ ആരും ഓപ്ഷൻ കാത്തില്ല. കാരണം 1ഉം 2ഉം തെറ്റുന്നൊരു ഓപ്ഷൻ നമുക്കില്ല. ഇവിടെ നമുക്ക് 3 മാത്രം ശരിയെന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെ? 3 മാത്രം ശരിയെന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പിള്ളേരെ? ആൻസർ സി അങ്ങ് എടുക്കുക. ആൻസർ സി ആണ്. ആൻസർ ഇവിടെ സി ആണ്. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഈ ഭാരതവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇത് ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ലോകനായകൻ നമ്മൾ പഠിച്ചല്ലോ. ലോകനായക ആരാ? ലോകനായകൻ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് ലോകനായകൻ അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവരിൽ 2024 പ്രഖ്യാപിക്കപ്പെട്ട പത്മവിഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? പത്മവിഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടാത്ത ആരെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. പത്മ സുബ്രഹ്മണ്യം ഉണ്ട്, M വെങ്കയ്യ നായിഡു ഉണ്ട്, ചിരഞ്ജീവി ഉണ്ട്, ജസ്റ്റിസ് M ഫാത്തിമ ബീവി ഉണ്ട്. ഇതിൽ ഏതാണ് ആൻസർ? പിള്ളേരെ, ഇതിൽ ആൻസർ ജസ്റ്റിസ് M ഫാത്തിമ ബീവിയാണ് ആൻസർ. ജസ്റ്റിസ് M ഫാത്തിമ ബീവിയാണ് ആൻസർ. ഫാത്തിമ ബീവിക്ക് എന്താ ലഭിച്ചേ? ഫാത്തിമ ബീവിക്ക് ലഭിച്ചത് പത്മഭൂഷൺ ആണ് അല്ലേ? പത്മഭൂഷണാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. പത്മ സുബ്രഹ്മണ്യം, M വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി, വൈജയന്തി മാലയൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? അതെ, അത് ഓർത്തിരിക്കുക പിള്ളേരെ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പരീക്ഷയ്ക്ക് പോണതിന് മുമ്പ് പത്മഭൂഷൺ, പത്മശ്രീ, ഈ ഭാരതരത്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പോവേണ്ട സാധനങ്ങളാണ്. നമുക്ക് ഈ പറഞ്ഞ പാറ്റേണിൽ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. ഈ പറഞ്ഞ പാറ്റേണിൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ കളയാൻ പാടില്ല. ഓക്കെ, ശരി. അടുത്ത മൂന്നാമത്തെ ചോദ്യം. 2022 ഡിസംബറിൽ ലോകത്തോട് വിട പറഞ്ഞ ഏത് വിഖ്യാത കായിക താരത്തിന്റെ യഥാർത്ഥ പേരാണ് എഡ്സൺ അറാൻഡസ് ഡോ നാസിമെന്റോ? ഇത് ആരുടെ യഥാർത്ഥ പേരാണ് ചോദ്യം. മറഡോണ, പെലെ, ഷെയ്ൻ ബോൺ, മിഷേൽ പ്ലാറ്റിനി. ഓക്കെ, കടിക്കറി കമന്റ് ചെയ്യണം. ശ്രദ്ധിച്ച് പറഞ്ഞിട്ട് കമന്റ് ചെയ്യും. പിള്ളേരെ, ഓപ്ഷൻ ബി പെലെയാണല്ലേ? ഓപ്ഷൻ ബി പെലെയാണ് ആൻസർ. പെലെയുടെ യഥാർത്ഥ പേരാണ് അല്ലെ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. ചോദിച്ച ചോദ്യമാണ്. ഇതേപോലെ തന്നെ 2022 ഡിസംബറിൽ ലോകത്തോട് വിട പറഞ്ഞ ഏത് വിഖ്യാത കായിക താരത്തിന്റെ യഥാർത്ഥ പേരാണ് എഡ്സൺ അറാൻഡസ് ഡോ നാസിമെന്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെലെയുടെ യഥാർത്ഥ പേരാണ്. പെലെയുടെ യഥാർത്ഥ പേരാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം വായിച്ചിട്ട് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്താൽ നിങ്ങൾ. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് 3ാം തവണയും പുഷ്പകമാൽ ദഹൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ, മ്യാൻമാർ ആണ് ഓപ്ഷനിലുള്ളത്. കമന്റ് ചെയ്തേ. അവിടെ ഓപ്ഷൻ സി നേപ്പാൾ ആണ്. നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? പുഷ്പകമാൽ ദഹൽ. പുഷ്പകമാൽ ദഹലാണ് എന്ത്? നേപ്പാളിന്റെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് അല്ലു അർജുന് 2023 മികച്ച ചലച്ചിത്ര താരത്തിനുള്ള മികച്ച നടനുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം ലഭിച്ചത്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഏത് സിനിമയ്ക്കാണെന്നാണ് ചോദ്യം. പുഷ്പ, രുദ്രമാദേവി, സൺ ഓഫ് സത്യമൂർത്തി, എവഡു. ഏതാണ് ആൻസർ? അവിടെ ഓപ്ഷൻ എ പുഷ്പയാണ്. ഓപ്ഷൻ എ പുഷ്പ ദ റൈസിംഗ് എന്ന സിനിമയ്ക്കാണ് കേട്ടോ. അത് അല്ലു അർജുനൊക്കെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? നമ്മളിത് പഠിച്ചതാണ്. ദേശീയ പുരസ്കാരം പഠിച്ചപ്പോ പറഞ്ഞ ഓർമ്മയുണ്ടോ?
മികച്ച നടിയൊക്കെ പഠിച്ചു പറഞ്ഞില്ലേ? കൃതി സനൂണും അലിയ ഭട്ടും. മികച്ച നടി കൃതി സനൂണും അലിയ ഭട്ടും. ഓക്കെ. മികച്ച നടൻ ഈ പറയുന്ന അല്ലു അർജുനാണ്. അല്ലു അർജുനാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. 2022 നടന്ന ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിഗണിക്കുക. 2022 ലോകകപ്പ് ഫുട്ബോളിന് വേദിയായത് ഖത്തറാണ്. ഫൈനലിൽ ജർമ്മനിയെ 2-1 പരാജയപ്പെടുത്തി അർജന്റീന ജേതാക്കളായി. 2022 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ലയണൽ മെസ്സിയാണ്. 32 രാജ്യങ്ങളാണ് 8 വേദികളായി നടന്ന മത്സരത്തിൽ മാറ്റിവെച്ചത്. ഓക്കെ, ഇതില് പ്രസ്താവന പരിഗണിക്കുക. അതിനുശേഷം ശരി ഏത് തെറ്റിയെന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കിട്ടിക്കാണല്ലോ ഉത്തരം? നമുക്ക് നോക്കാം. ഓക്കെ, എടാ 2022 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് ഖത്തർ, ശരിയാണോ? ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന ശരി. 2022 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായത് ഖത്തർ, അത് ശരിയാണ്. ശരിയാണ്. അടുത്ത്, ഫൈനലിൽ ജർമ്മനിയെ 2-1 പരാജയപ്പെടുത്തി അർജന്റീന ജേതാക്കളായി, അത് ശരിയാണോ? അത് തെറ്റാണ്. ഫൈനലില് ആരെയാ പരാജയപ്പെടുത്തിയേ? ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് അല്ലെ? ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഓക്കെ, ശരി. അടുത്ത്, 2022 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ലയണൽ മെസ്സിയാണ്, ശരിയോ തെറ്റോ? പിള്ളേരെ, അതും തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എംബപ്പയാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എംബപ്പയാണ്. 32 രാജ്യങ്ങളാണ് 8 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മാറ്റുരച്ചത്. 32 രാജ്യങ്ങളാണ് 8 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ മാറ്റുരച്ചത്, ശരിയാണോ? അത് ശരിയാണ്. അതായത് 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവന ശരിയാണ്. അപ്പൊ 1ഉം 4ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഓക്കെ, ഇതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ചാനലിലും ഈ ക്ലാസ് കിടപ്പുണ്ട്. ചാനലും ക്ലാസ് കിടപ്പുണ്ട്. അല്ലാതെ പഠിപ്പിച്ചും തന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് എടുത്തത്, എനിക്ക് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, നോട്ട് വായിച്ചു നോക്കിയാൽ ശരി. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായല്ലോ. എടാ, 2026 ലോകകപ്പിൽ എത്ര രാജ്യങ്ങളാണ് മത്സരിക്കുന്നേ? 2026 ലോകകപ്പിൽ ആദ്യം പറയാൻ പറ്റും 48 രാജ്യങ്ങളാണ്. 48 രാജ്യങ്ങളാണ് 2026 ലോകകപ്പിൽ മത്സരിക്കുന്നത്. വേദി നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാ വേദി? USA, മെക്സിക്കോ, കാനഡ. അല്ല, USA, മെക്സിക്കോ, കാനഡ. USA, മെക്സിക്കോ, കാനഡ. 2026 ചോദിക്കും. 2026 ലോകകപ്പിന്റെ വേദി നിങ്ങൾക്ക് ചോദിക്കും. 2024 ഒളിമ്പിക്സിന്റെ വേദി നിങ്ങൾക്ക് ചോദിക്കും. ഇതൊക്കെ ഷോർട്ടായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായി രാജസ്ഥാൻ നടത്തിയ ആദ്യ ട്രെയിനിങ് എക്സസൈസിന്റെ പേരാണ് സൈക്ലോൺ 1. ഏത് രാജ്യവുമായി നടത്തിയ ട്രെയിനിങ് എക്സസൈസിന്റെ പേരെന്നാണ് ചോദ്യം. ഓക്കെ, ഈജിപ്ത്, ഇസ്രായേൽ, ഫിജി, മലേഷ്യ. സൈക്ലോൺ 1 എന്നാണ് പേര്. കിട്ടിയത് കമന്റ് ചെയ്തേ. ഉത്തരം കിട്ടിയത് കമന്റ് ചെയ്തേ. സൈക്ലോൺ 1. പിള്ളേരെ, നമ്മൾ കറണ്ട് അഫയേഴ്സ് വായിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഓപ്ഷൻ എ, ഈജിപ്റ്റ് ആണ്. ഓപ്ഷൻ ഈജിപ്റ്റ് ആണ് കേട്ടോ. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടന്ന രാജസ്ഥാനിൽ നടന്ന ട്രെയിനിങ് എക്സസൈസിന്റെ പേരാണ് സൈക്ലോൺ 1. സൈക്ലോൺ 1. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് അത്. അടുത്ത ഈസി ക്വസ്റ്റ്യൻ. 2023 പ്രഖ്യാപിക്കപ്പെട്ട 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരെന്നാണ് ചോദ്യം. മഹേഷ് നാരായൺ, ഗിരീഷ് ഷേഡി, ലാൽ ജോസ്, ലിജോ ജോസ് പെല്ലിശ്ശേരി. പിള്ളേരെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ആൻസർ. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ആൻസർ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി, ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ആൻസർ. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിജോ ജോസ് എന്ന് പറഞ്ഞ സംവിധായകനും ഉണ്ട് കേട്ടോ. ഡിജോ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ ഇപ്പോഴുണ്ട്. പേര് ഫുള്ളൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാവും? എഴുതാവും കേട്ടോ. ചിലപ്പോൾ ലിജോ ജോസിന് പകരം ഡിജോ ജോസിനെ കൊടുക്കും. കാരണം ഇപ്പൊ നമ്മളെ മറ്റേ ജനഗണമന, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ, ക്യൂൻ, ഈ സിനിമയൊക്കെ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേര് ഡിജോ ജോസ് എന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നേരെയൊക്കെ വായിച്ചോണം. ഈ ജായും ജോസൊക്കെ കാണുമ്പോൾ അതിന്റെ പിറകെ അങ്ങ് പോവരുത്. മനസ്സിലായ? ഓക്കെ, തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകെ അങ്ങ് വിട്ടോളും. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ സി, ആശിഷ് ജെ ദേശായി. അതായത് ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് ആളുടെ പേര്. എത്രാമത്തെ ആളാ? എത്രാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് അറിയോ?
വളരെ 38 കേട്ടോ. 38ാമത്തെ ആളാണ്. 38ാമത്തെ ആളാണ് 38. ഓക്കെ, 38 ആൻസർ കേട്ടോ. അടുത്ത് 2023 ഒക്ടോബറിൽ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതെന്നാണ് ചോദ്യം. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. കമന്റ് ചെയ്തേ ഏത് ആൻസർ? പിള്ളേരെ ഓപ്ഷൻ എ കോഴിക്കോട്. ഓപ്ഷൻ എ കോഴിക്കോടാണ് കേട്ടോ. സാഹിത്യ നഗരം, യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് ഏത്? കോഴിക്കോട്. കോഴിക്കോടുകാരുണ്ടോ? കോഴിക്കോടുകാരുണ്ടോ? ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ കോഴിക്കോടുകാര്? പക്ഷെ തലസ്ഥാനം ഞങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് പദവിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ടെങ്കിലും തലസ്ഥാനം ഞങ്ങളാണ്. ഓക്കെ, അധികം അഹങ്കാരമൊന്നും വേണ്ട. ഓക്കെ, ശരി. ഞങ്ങൾ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇവിടെ താമസിക്കുന്നത്. തിരുവനന്തപുരം എവിടെയാ? അല്ല, ഞാൻ പറഞ്ഞ എന്താ പറയാ, ഞങ്ങളിപ്പോ സാറ കൂടെ അല്ലേ എപ്പോഴും. ഓ അങ്ങനെ, അത് ശരിയാ. ശരി, ഓക്കെ. ഈ വർക്കൗട്ട് ഞാൻ ഇപ്പൊ എടുത്തറിയാം. എനിക്കിപ്പോ എന്റെ അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഇന്നലെ ഒരാൾ സാറേ ആ വർക്കൗട്ട് ഡെയിലി തരണേ, വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കുറെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്, അത് വെച്ച് പഠിക്കുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്കൊരു വിഷമം. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്ക് വന്ന് ക്ലാസ് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് എപ്പോഴും അറിയാൻ പറ്റൂലല്ലോ. 1:30 ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇപ്പൊ എടുത്തിട്ട് പോവാം. ഓക്കെ, കയറാൻ പറ്റാത്ത റെക്കോർഡ് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മള് ആ കുട്ടി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് നമ്മൾ ഡെയിലി കുറെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും പിള്ളേരെ, ആ ഒരു കുറെ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവും. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും കാണാൻ പറ്റും നമുക്ക്. മനസ്സിലായ? അതുകൊണ്ടാ. ഓക്കെ, ശരി. എനിക്കറിയാം 1-2 ദിവസത്തെ അറേഞ്ച്മെന്റ് ഇത്തിരി പ്രശ്നം വന്നിട്ടുണ്ട്. അതൊരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ്. ഇന്നും കൂടെ ആകുമ്പോൾ ഓക്കെ ആവും കേട്ടോ. അതിന് ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നമാണ്, നമ്മുടെ കാലിൽ നീരുണ്ട്. അപ്പൊ അത് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഓക്കെ, ശരി. അപ്പൊ 28ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച വിഖ്യാത പോളിഷ് ചലച്ചിത്രകാരൻ ആരെന്നാണ് ചോദ്യം. ആന്ദ്രേ വെസ്ത, ക്രിസ്റ്റോഫ് ക്രിസ്ലോവിസ്കി, ക്രിസ്റ്റോഫ് സനൂസി, അഗ്നിസ്ത ഹോളണ്ട്. ഇത് നമ്മള് കണ്ടു കാണും. നിങ്ങൾ എവിടെയും കണ്ടായിരുന്നു ഈ ചോദ്യം? നമ്മളെ ഈ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് വീഡിയോയില് ഇന്നലെ മെനിയാത്ത വീഡിയോയില് PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് വീഡിയോയില് അത് കണ്ടോണേ. നിങ്ങൾ ഡെയിലി വരുന്ന അത് കണ്ടോണേ. കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുക്കാൻ സമയമില്ലാത്തതാണ് അതിങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ. അത് നിങ്ങൾ കാണേ കേൾക്കുകയും ചെയ്തത്, കേട്ടാൽ മനസ്സിലാവാൻ പറ്റും. നമ്മളൊരു 10, 20, 25 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതിൽ എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണാൻ പറ്റില്ലെങ്കിൽ കേട്ടാൽ മതി. ഹെഡ്സെറ്റ് കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. നോട്ടും തരാറുണ്ട് അതിന്റെ. ഓക്കെ, ശരി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? ശ്രീകുമാരൻ തമ്പി, PK വീരമണിദാസൻ, രമേശൻ നായർ, കീരവാണി. ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസനാണ്. PK വീരമണിദാസനാണ് ആൻസർ കേട്ടോ. ഹരിവരാസനം പുരസ്കാരം PK വീരമണിദാസനാണ് ആൻസർ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദിക്കും, ഇതൊക്കെ ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ. അടുത്ത ചോദ്യം. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അംഗസംഖ്യ വർദ്ധിപ്പിച്ച സംഘടന ഏതെന്നാണ് ചോദ്യം. G20, ബ്രിക്സ്, ഒപെക്, വേൾഡ് എക്കണോമിക് ഫോറം. കമന്റ് ചെയ്തേ, എല്ലാവരും കമന്റ് ചെയ്യാനായി. ഓക്കെ, ഓപ്ഷൻ ബി ബ്രിക്സ് ആണ്. ഓപ്ഷൻ ബി ബ്രിക്സ് ആണ്. ഓപ്ഷൻ ബ്രിക്സ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യ വ്യക്തി മെഡൽ സ്വന്തമാക്കിയ KD യാദവിന്റെ ജന്മദിനം സംസ്ഥാന കായിക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. മഹാരാഷ്ട്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. കിട്ടിയത് കമന്റ് ചെയ്തേ. നല്ലൊരു ചോദ്യമാണ് പിള്ളേരെ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ, മാർക്ക് കിട്ടാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണിത്. KD യാദവ്, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ വ്യക്തി. KD യാദവ്. ഓക്കെ, ഇദ്ദേഹം ഒരു റെസ്ലറാണ്. ഓക്കെ, ഇദ്ദേഹം എന്താ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനുവരി 15 ജന്മദിനം. ആ ജനുവരി 15 മഹാരാഷ്ട്രയിൽ എന്തായിട്ട് പ്രഖ്യാപിച്ചു? മഹാരാഷ്ട്രയിൽ സംസ്ഥാന കായിക ദിനമായി പ്രഖ്യാപിച്ചു. ജനുവരി 15, ഡേറ്റ് മറക്കല്ലേ. ജനുവരി 15, ചിലപ്പോൾ അത് ചേർത്ത് ചോദിക്കും. ജനുവരി 15 സംസ്ഥാന കായിക ദിനം. മഹാരാഷ്ട്രയിലെ സംസ്ഥാന കായിക ദിനം. കേരളത്തിലെ കായിക ദിനം അറിയാലോ നിങ്ങൾക്ക്. കേരളത്തിലെ കായിക ദിനം ഏതാ? കേരളത്തിലെ കായിക ദിനം ഒക്ടോബർ 13. ആരുടെ? GV രാജയുടെ, കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13
കേരളത്തിലെ കായിക ദിനം മറക്കണ്ട. ഓക്കെ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ റിക്ടർ സ്കെയിലിൽ 6.3 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഏഷ്യൻ രാജ്യം ഏതെന്നാണ് ചോദ്യം. ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാള്, അഫ്ഗാനിസ്ഥാൻ. ഉത്തരം കിട്ടിയത് കമന്റ് ചെയ്തേ. ഒക്ടോബർ കറണ്ട് അഫയേഴ്സിൽ നിന്ന് പഠിക്കാൻ തന്നേലടാ ആർക്കും. കിട്ടി. ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാനാണ്. ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാനാണ്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് കിട്ടാൻ ചാൻസ് കുറവാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക്. ഓക്കെ, അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അടുത്ത് 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോകസഭ ഹാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തവയിൽ ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാ. പുതിയ ലോകസഭ മന്ദിരം ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തതാണ്. 5 മണിക്കൂർ ക്ലാസ്സിൽ എടുത്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ LGS പരീക്ഷയ്ക്ക് മുമ്പായെന്ന് തോന്നുന്നു. ലോകസഭ ഹാൾ ഏതാണ്? മൈലാണ്. രാജ്യസഭാ ഹാൾ ഏതാണ്? രാജ്യസഭാ ഹാള് താമരയാണ് രാജ്യസഭാ ഹാള്. ഞാൻ അത് പറഞ്ഞ ഓർമ്മയുണ്ട്. കണക്ഷൻ പറഞ്ഞ ഓർമ്മയുണ്ട്. എന്തായിരുന്നു കണക്ഷൻ? എന്തൊരു പാടാ. പിള്ളേരെ, താമര ചിഹ്നമുള്ള പാർട്ടിയിലെ രാജ്യം ഭരിക്കുന്ന താമര എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? രാജ്യം ഭരിക്കുന്നത് താമര എന്ന് പറഞ്ഞ ഓർമ്മയില്ലടാ. രാജ്യം താമര പാർട്ടിയിലെ രാജ്യം ഭരിക്കുന്നേ. ഓർമ്മ വെച്ചാ കേട്ടാ. എന്തായാലും നിങ്ങളെ പരീക്ഷയെ കഴിയുന്നത്, നിങ്ങളെ ജോലി കിട്ടുന്നവരെയും താമര പാർട്ടി ആയിരിക്കും രാജ്യം ഭരിക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കോഡ് മറക്കണ്ട. ഓക്കെ, ശരി, ക്ലിയർ ആണ്. അപ്പം രാജ്യം താമര രാജ്യസഭ താമരയും ലോകസഭ മയിലുമാണ് കേട്ടോ. ഓക്കെ. അടുത്ത് 2023 നവംബർ 1 മുതൽ രജിസ്റ്റേർഡ് തപാൽ സേവനങ്ങൾ, കൊറിയർ സേവനങ്ങൾ എന്നിവയ്ക്ക് എത്ര ശതമാനമാണ് രാജ്യത്ത് ചരക്ക് സേവന നികുതി? ചോദ്യം, നല്ലൊരു ചോദ്യം. ഓക്കെ, ഉത്തരം കിട്ടിയവരെ കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി 18% 18% കേട്ടോ. ഓക്കെ, അതായത് രജിസ്റ്റേർഡ് തപാൽ സേവനങ്ങൾക്കും കൊറിയർ സേവനങ്ങൾക്കും എത്ര ശതമാനമാണ് GST എന്ന് കേട്ടുകഴിഞ്ഞാൽ 18%. എത്ര പിള്ളേരെ? 18% GST. നിങ്ങൾ ഈ ഇടയ്ക്ക് ചെയ്തൊരു ക്വസ്റ്റ്യനിൽ കണ്ടു കാണും, ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ GST എത്രയാ? ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ GST 28%. ഓൺലൈൻ ഗെയിമുകൾക്ക് 28%. ഓക്കെ. ക്യാൻസർ മരുന്നുകൾക്കും മറ്റ് അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കും എന്താണ്, എത്രയാണ് GST? അതിന് GST ഒഴിവാക്കി. പിള്ളേരെ മനസ്സിലായ? ഈ 3 കാര്യങ്ങൾ ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്. രജിസ്റ്റേർഡ് തപാൽ സേവനങ്ങൾ, കൊറിയർ സേവനങ്ങൾ എന്നിവയ്ക്ക് GST 18%. ഓൺലൈൻ ഗെയിമുകൾക്ക് മുമ്പ് 18 ആയിരുന്നു. ഇപ്പൊ എത്രയാ? ഓൺലൈൻ ഗെയിമുകൾക്ക് മുമ്പ് 18, ഇപ്പം 28 ആക്കി മാറ്റി. അടുത്ത മുമ്പ് നമ്മുടെ ഈ പറയുന്ന അപൂർവമായ മരുന്നുകൾ, അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകളും അതുപോലെ ഈ പറയുന്ന നമ്മുടെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്ന്, അപ്പൊ അതിനൊക്കെ എത്രയാണ്? അതിനൊക്കെ എത്രയാക്കി? അതിന് GST ഒഴിവാക്കി. തിയേറ്ററിലെ ഭക്ഷണത്തിന് GST എത്രയാക്കി? തിയേറ്ററിലെ ഭക്ഷണത്തിന് 5%. തിയേറ്ററിലെ ഭക്ഷണത്തിന് എത്രയാക്കി പിള്ളേർ? 5% ആക്കി. പക്ഷെ തിയേറ്ററുകാർ ആരും അത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ തിയേറ്ററിൽ പോകേണ്ട എനിക്ക് മനസ്സിലായ കാര്യമാണ്. അവരാരും എന്ത് ചെയ്തിട്ടില്ല, ഈ GST മാറ്റിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ, GST കൂട്ടിയോ എന്നാണ് അവരൊരു എനിക്ക് തോന്നുന്നത്. ആഹാരത്തിന്റെ പേരിൽ കൊള്ളടക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് എയർപോർട്ട്, 2 ഈ പറയുന്ന തിയേറ്ററുകൾ. രണ്ടിടത്തും കൊള്ളയാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാഗ് കൊണ്ടല്ലേ പോണത്. അന്ന് നമ്മൾ ബാഗിലേക്ക് വല്ല സ്നാക്സ് വാങ്ങിച്ചിടും, ഈ പൈസ കൂടുതലായതുകൊണ്ട്. ഇപ്പം നമുക്ക് ബാഗൊക്കെ പരിശോധിച്ചിട്ട് കേട്ടതുള്ളൂ തിയേറ്ററിലൊക്കെ. നിങ്ങളെ വിജിത്ത് സാറിന്റെ കടയുണ്ട്. ഞങ്ങൾ ഏതൊരു പടം കാണാൻ, മരക്കാറ് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോയി. അതിലൊക്കെ വിജിത്ത് സാറിനെ സമ്മതിച്ചേട്ടാ. വീട്ടിൽ കിടന്ന കുറെ മറ്റേ അതിന്റെ സാധനം അമരുണ്ടെങ്കിൽ പറഞ്ഞാൽ പോപ്കോൺ അല്ല, മറ്റേ ഈ OK ബിരിയാണി എന്ന സാധനം. അതിന്റെ 4-5 എണ്ണത്തിന്റെ ചുട്ടി കൂട്ടി ബേഗിനകത്ത് ഏറ്റ് നമ്മൾ അതിനകത്ത് കൊണ്ട് കയറി. ഓക്കെ, ശരി. താഴെ കൊടുത്തവയിൽ ഏതിനാണ് 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത്? താഴെ കൊടുത്തതിൽ ഏതിനാണ് 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചതെന്ന ചോദ്യം. SCRT, NCRT, UGC, JNU.
ഇതും നല്ലൊരു ചോദ്യമാണ്. ചോദ്യം നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് വരാൻ പറ്റിയ ചോദ്യമാണ്. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് NCERT-ക്കാണ്. NCERT-ക്കാണ് ലഭിച്ചത്. NCERT. ഓക്കെ, NCERT കേട്ടോ. അടുത്ത ഇതിൽ കുറെ പേര് തെറ്റിക്കാനുള്ള ചോദ്യമാണ്. 2023 സെപ്റ്റംബറിൽ മധ്യപ്രദേശിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ട 108 അടി ഉയരമുള്ള ഏകാത്മക ഈ പ്രതിമ ആരുടെ പ്രതിമയാണ്? എല്ലാവരും കമന്റ് ചെയ്തേ. വളരെ ഓപ്ഷൻ ഡി. ഞാൻ ഇപ്പൊ വന്നൊന്ന് ഞാൻ പറയുന്നത് കമന്റ് ചെയ്യണേ. ഓക്കെ, ഓപ്ഷൻ ഡി ആദി ശങ്കരാചാര്യൻ കേട്ടാ. ആദി ശങ്കരാചാര്യ. നമ്മള് ഈ പ്രതിമയൊക്കെ പഠിച്ചു. ഈ പ്രതിമ, 2 പ്രതിമ നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടാ? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടേതാ? സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് BR അംബേദ്കറുടേതാണ്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് BR അംബേദ്കറുടേതാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആരുടേതാ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേലിൻ്റെതാണ്. അപ്പൊ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് നമ്മൾ പഠിച്ചതാണ്. സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് പിള്ളേരെ? അത് വിജയവാഡ. തെലങ്കാന അല്ല, തെലങ്കാന ഹൈദരാബാദ്, അത് വേറെ പ്രതിമയാണ്. വിജയവാഡ ആന്ധ്രാപ്രദേശ്. വിജയവാഡ ആന്ധ്രാപ്രദേശ്. 125 അടിയാണ് ഉയരം. 125 അടിയാണ് ഉയരം കേട്ടോ. 125 അടിയാണ് ഉയരം. ഓക്കെ, അപ്പൊ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് BR അംബേദ്കറുടെ പ്രതിമയാണ്. അത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ഓക്കെ, ഈ പറയുന്ന ഏകാത്മകത ഈ പ്രതിമ അത് ശങ്കരാചാര്യരുടേതാണ്. അത് 108 അടി ഉയരമാണ് ഉള്ളത്. 108 അടി ഉയരമാണ് ഉള്ളത്. അത് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ ഏത് വില്ലേജിലെ 12,718.509 ഹെക്ടർ സ്ഥലം? അതൊന്ന് പഠിച്ചോ. ഞാൻ നമ്പർ പഠിച്ചാണ് പിള്ളേരെ. 12,718.509. 12,718.509. നിങ്ങൾക്ക് ഇത് ചോദിച്ചാലും ഓപ്ഷൻ നിങ്ങൾക്ക് ഈ സംഖ്യ നിങ്ങൾ മറന്നു പോയിരിക്കും. പക്ഷെ ഓപ്ഷൻ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ PSC ചോദിക്കുമ്പോഴേ നമുക്ക് അടുത്തടുത്ത സംഖ്യകൾ തരാറില്ല. മനസ്സിലായി? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അടുത്തടുത്ത സംഖ്യകൾ നിങ്ങൾക്ക് തരാറില്ല പിള്ളേരെ. അത് നമുക്കത് ഈസി ആയിട്ട് നിങ്ങൾ അത് വായിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഇതാണെന്നൊരു ഐഡിയ കിട്ടും. 12,718.509 ഹെക്ടർ സ്ഥലം ഇടമലക്കുടി വില്ലേജിനോട് ചേർത്തതോടെയാണ് പാലക്കാടിനെ പിന്തള്ളി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. ഓക്കെ, കമന്റ് ചെയ്ത് ഏതാ ആൻസർ? ഓപ്ഷൻ സി കുട്ടമ്പുഴ. കുട്ടമ്പുഴയാണ് ആൻസർ. കുട്ടമ്പുഴയാണ് ആൻസർ കേട്ടോ. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുത്തതാ. കമ്പേഴ്സ് ഇതില് ക്ലാസ് എടുത്തതാ ഈ PSC ബുള്ളറ്റ്. അടുത്ത ചോദ്യം. 1939 ത്രിപുരി സമ്മേളനത്തിൽ ആരെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? MG റാനഡെ, C രാജഗോപാലാചാരി, അബുൽ കലാം ആസാദ്, പട്ടാഭി സീതാരാമയ്യ. ഉത്തരം കമന്റ് ചെയ്തേ. അവിടെ ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യൻ ആൻസർ. ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യെ പിന്തള്ളിയാണ് അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയാണ് ത്രിപുരി സമ്മേളനത്തില് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായത്. ഓക്കെ, അടുത്ത് ബ്രിട്ടീഷ് ജഡ്ജ് കിങ്സ്ഫോർഡിനെ വധിക്കാനുള്ള ശ്രമത്തിനിടെ 2 വിദേശ വനിതകളുടെ മരണത്തിന് കാരണമായതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ആരാണ്? ബതുകേശ്വർ ദത്ത്, അഷ്ഫഖ് ഉള്ള ഖാൻ, ഖുദിറാം ബോസ്, ജതിൻ രാമദാസ്. ഓക്കെ, ആരുടെ ആൻസർ? ഓപ്ഷൻ ഡിയോ? ഇത് നിങ്ങൾ എന്ത് അർത്ഥത്തില്ല എല്ലാവരും ഈ ഓപ്ഷൻ ഡി. ആരെങ്കിലും ഓപ്ഷൻ ഡി കമന്റ് ചെയ്യുക. അതിന്റെ പിറകെ കുറെ അങ്ങ് പോകും. അഖിൽ ടി രാജേഷ് കമന്റ് ചെയ്തതാണ് ആൻസർ ഖുദിറാം ബോസ് ആണ്. ഓപ്ഷൻ സി ഖുദിറാം ബോസ് ആണ്. ഓക്കെ, ഖുദിറാം ബോസ് ആണ്. ഈ ഖുദിറാം ബോസിന് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, ഈ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് എന്ന് മുമ്പ് PSC ആൻസർ എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് അല്ല, അത് ബാജി റൗട്ടാണ്. ഖുദിറാം ബോസ് മരിക്കുമ്പോൾ 18 വയസ്സുണ്ടായിരുന്നു. മനസ്സിലായ? ഖുദിറാം ബോസ് മരിക്കുമ്പോൾ 18 വയസ്സുണ്ടായിരുന്നു. എന്നാൽ ബാജി റൗട്ട് മരിക്കുമ്പോൾ 12 വയസ്സായിരുന്നു പ്രായം. ഓക്കെ, ബാജി റൗട്ട് 12 വയസ്സായിരുന്നു പ്രായം. ഖുദിറാം ബോസ് മരിക്കുമ്പോൾ 18 വയസ്സാണ്. നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ബാജി റൗട്ടാണ്. പക്ഷെ മുമ്പ് PSC ഖുദിറാം ബോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഖുദിറാം ബോസ് ആൻസർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബാജി റൗട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ആസാദി കാ അമൃത് മഹോത്സവ് അതിലൊക്കെ ഈ പറയുന്ന ഇതൊക്കെ അവരുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഈ പറയുന്ന ബാജി റൗട്ടിനെയാണ് പരാമർശിക്കുന്നത്.
പിന്നെ ഈ അഷ്ഫഖ് ഉള്ള ഖാൻ ഒരു ചോദ്യമുണ്ട്. അഷ്ഫഖ് ഉള്ള ഖാൻ ഒരു ചോദ്യം എന്താണ്? ആദ്യത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ്? മുസ്ലിം രക്തസാക്ഷി ആണെന്ന് കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന അഷ്ഫഖ് ഉള്ള ഖാനാണ്. ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാ? ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദാറാണ് കേട്ടാ. പ്രീതി ലത വഡേദാറാണ് ആദ്യത്തെ വനിതാ രക്തസാക്ഷി. മനസ്സിലായല്ലോ? അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞത് ബാജി റൌട്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്. മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉള്ള ഖാനാണ്. അതുപോലെ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതി ലത വഡേദാറാണ് കേട്ടാ. ഓക്കെ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് 1948 ജൂണിൽ സ്വാതന്ത്ര്യം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത് എന്നെന്നാണ് ചോദ്യം. 46 ഓഗസ്റ്റ് 25, 46 നവംബർ 12, 1947, 47 ഫെബ്രുവരി 20, 1947 മാർച്ച് 22. ഓക്കെ. ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. അവിടെ ഓപ്ഷൻ സി 1947 ഫെബ്രുവരി 20. 1940 ഫെബ്രുവരി 20. എടാ ഇവിടെ അതായത് 1947 ഫെബ്രുവരി 20 ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തി. അതായത് 1948 ജൂൺ 30 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാം എന്നൊരു പ്രഖ്യാപനം നടത്തി. അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് കേട്ടാ. 1948 ജൂൺ 30 സ്വാതന്ത്ര്യം നൽകാം എന്നാണ് 47 ഫെബ്രുവരി 20 ക്ലെമന്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനത്തിൽ പറയുന്നത്. 48 ജൂൺ 30 തന്നെയാണ് കേട്ടോ. ഇത് വർഷം മാറിപ്പോയത് 48 ജൂൺ 30 തന്നെയാണ് ആ പ്രഖ്യാപനത്തിൽ പറയുന്ന തീയതി. ഓക്കെ. അടുത്ത ഈസി ക്വസ്റ്റ്യൻ ആണ്. മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ ഭാഷാ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് ചോദ്യം. ആരാരംഭിച്ചേ? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഇവിടെ ആലോചിക്കാവുന്നില്ല. രാജാറാം മോഹൻ റോയുടെ പേർഷ്യൻ പത്രമാണ് മിറാത്തുൽ അക്ബർ. രാജാറാം മോഹൻ റോയുടെ ബംഗാളി പത്രം ഏതാ? രാജാറാം മോഹൻ റോയുടെ ബംഗാളി പത്രം ഏതാ? അതാണ് സംവാദ് കൗമുദിയാണ് ബംഗാളി പത്രം. സംവാദ് കൗമുദി ബംഗാളി പത്രവും. ഓക്കെ. മിറാത്തുൽ അക്ബർ പേർഷ്യൻ പത്രവും. ഓക്കെ. അടുത്ത ചോദ്യം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ വസ്തുതകൾ തെറ്റായവ ഏതെന്നാണ്? ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലുള്ള മടക്കത്തോട് ഉപമിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയുമായി ഉപമിച്ചത് ജവഹർലാൽ നെഹ്റു. ഉപ്പ് നിയമ ലംഘനത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വേളയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു. ഇതില് തെറ്റായവ ഏതാണ് ചോദ്യം. തെറ്റായവ കമന്റ് ചെയ്തേ. ഉത്തരം കിട്ടിയ കമന്റ് ചെയ്തേ. ആലോചിച്ച് കമന്റ് ചെയ്താൽ മതി. ഇതിൽ ഏതൊക്കെയാണ് തെറ്റെന്ന് കേട്ട് കഴിഞ്ഞാൽ 2-3 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ദണ്ഡി യാത്രയെ നെപ്പോളിയന്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. അത് ശരി തന്നെയാണ്. അവിടെ ഡൗട്ടൊന്നും വേണ്ട. മഹാത്മജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയുമായി ഉപമിച്ചത് നെഹ്റു ആണ്. പക്ഷെ ഏത് നെഹ്റു? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അല്ല, അത് മോത്തിലാൽ നെഹ്റു ആണ്. അപ്പൊ അത് തെറ്റാണ്. മനസ്സിലായോ? അത് മോത്തിലാൽ നെഹ്റു ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അടുത്ത ഉപ്പ് നിയമത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് വിശേഷിപ്പിച്ച് വിൻസ്റ്റൺ ചർച്ചിൽ. അത് ആരുടെ? അത് ഇർവിനാണ്. അത് ഇർവിൻ പ്രഭുവാണ്. അപ്പൊ അതാണ് അവിടത്തെ തെറ്റ്. ഇർവിൻ പ്രഭുവാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് വിശേഷിപ്പിച്ചത്. അടുത്ത ഉപ്പ് സത്യാഗ്രഹം നടന്ന വേളയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു. വർഷം അറിയാലോ. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാ? 1930 അല്ലേ? 1930. ആ സമയത്ത് വൈസ്രോയ് ആര് തന്നെയാണ്? ആ സമയത്ത് വൈസ്രോയ് ഈ പറയുന്ന ഇർവിൻ തന്നെയാണ്. അപ്പൊ അത് ശരിയാണ്. അടുത്ത 1950 ഭാരതത്തിന്റെ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് ഏത് രാഷ്ട്രത്തലവനാണ്? പ്രീവിയസ് ചോദ്യമാണ്. 1950 ഭാരതത്തിലെ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ഏത് രാഷ്ട്രത്തലവൻ എന്നാണ് ചോദ്യം. ഇന്തോനേഷ്യ, നേപ്പാള്, ഭൂട്ടാൻ, ഫ്രാൻസ് ആണ് വന്നിരിക്കുന്നത്. ഉത്തരം കിട്ടിയ ഒരു കമന്റ് ചെയ്തേ. ഓക്കെ. പിള്ളേരെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഈ ചോദ്യമൊക്കെ PSC ചോദിച്ചതാ. മനസ്സിലായി? ഡിഗ്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, മനസ്സിലായില്ലേ? പിള്ളേരെ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് അഹമ്മദ് സുഗർണോ. ആരാണ്? അഹമ്മദ് സുഗർണോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുഗർണോയാണ് ആൻസർ. കേട്ടോ. അഹമ്മദ് സുഗർണോയാണ് ആൻസർ കേട്ടോ. അഹമ്മദ് സുഗർണോ. ഓക്കെ. അടുത്ത ചോദ്യം. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി തീർന്ന നാട്ടുരാജ്യം ഏതാണ്?
കമന്റ് ചെയ്തേ ഏതാ ആൻസർ? ഓപ്ഷൻ സി ജുനഗഡ്. ഓപ്ഷൻ സി ജുനഗഡ് ആണ് ആൻസർ. ജുനഗഡ്. അടുത്ത ഇന്ത്യയുടെ ആദ്യ വിജയകരമായ ആണവ പരീക്ഷണം നടന്ന ദിവസം 73 മെയ് 19, 74 മെയ് 18, 76 മെയ് 11, 79 മെയ് 13. ഉത്തരം കിട്ടിയവരെന്ന് കമന്റ് ചെയ്തേ. വളരെ 1974 മെയ് 18. 1974 മെയ് 18. 1974 മെയ് 18 വിജയകരമായ ആണവ പരീക്ഷണം. അതായത് സ്മൈലിംഗ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന 50 വർഷം കഴിഞ്ഞു. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ആണവ പരീക്ഷണം നടന്നത്. ഈ ആര്യഭട്ട വിക്ഷേപിച്ച വർഷവും തീയതി അറിയോ? ആര്യഭട്ട വിക്ഷേപിച്ച വർഷവും തീയതി 75 വർഷം. ഡേറ്റ് അറിയോ ആർക്കെങ്കിലും? 75 ഏപ്രിൽ 19. ആര്യഭട്ട, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. 1975 ഏപ്രിൽ 19 ആര്യഭട്ട എന്ത് ചെയ്ത പിള്ളേരെ വിക്ഷേപിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. താഷ്കന്റ് കരാറുമായി ബന്ധപ്പെട്ട് ഈ 2 ഡേറ്റും പഠിച്ചോണേ. ഈ 2 ഡേറ്റും, അതായത് 74 മെയ് 18, 75 ഏപ്രിൽ 19 രണ്ടും പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, രണ്ടും ചോദിക്കുന്നതാ. താഷ്കന്റ് കരാറുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവന പരിഗണിക്കുക. ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം എന്നറിയപ്പെടുന്ന കരാറ് 1967 ജനുവരി 12 കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലായിരുന്നു കരാറിൽ ഒപ്പുവെച്ചത്. കരാറിന്റെ വേദിയായത് താഷ്കന്റ് നിലവിലെ ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. ഓക്കെ, കമന്റ് ചെയ്ത് ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം ശരിയാണോ? ഒരു കൊച്ചു കുരുവിയുടെ അവസാന വിജയം ശരിയാണ്. ഓക്കെ, 1967 ജനുവരി 12 ഒപ്പുവെച്ചത്. ശരിയാണോ? അത് തെറ്റാണ്. 66 ജനുവരി 10. ഡേറ്റ് ഓർത്തോളെ. 66 ജനുവരി 10. 66 ജനുവരി 10 ഒപ്പുവെക്കുന്നത്. 66 ജനുവരി 11 ആരന്തരിച്ചു? 66 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചു. മനസ്സിലായ? ലാൽ ബഹദൂർ ശാസ്ത്രി 66 ജനുവരി 11 അന്തരിക്കുകയാണ്. ജനുവരി 10 ഒപ്പുവെച്ചത്. ജനുവരി 10 ഒപ്പുവെച്ചത്. ഓക്കെ, അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചത്. അവിടെ തെറ്റ്. പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് അയൂബ് ഖാനാണ്. പാകിസ്ഥാനോട് ഒപ്പുവെച്ചത് അയൂബ് ഖാനാണ് പാകിസ്ഥാനോട് ഒപ്പുവെച്ചത്. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കാണ്ട്, ഒരാളുടെ പേരുടെ പഠിക്കണം. ആരെന്നറിയാമോ? അത് പഠിക്കേണ്ട ഒരാളാണെന്നറിയോ? പിള്ളേരെ ഇതിന് മധ്യസ്ഥത വഹിച്ചത്, മനസ്സിലായ? മധ്യസ്ഥത വഹിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് റഷ്യയുടെ പ്രീമിയർ ആയിരുന്നിട്ടുള്ള അലക്സി കൊസീജിയൻ ആണ്. അലക്സി കൊസീജിയൻ ആണ്. അപ്പൊ അത് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ പറയുന്ന ഏതിന് താഷ്കന്റ് കരാറിന് മധ്യസ്ഥത വഹിച്ചത് റഷ്യയുടെ പ്രീമിയർ ആയിരുന്ന അലക്സി കൊസീജിയൻ ആണ്. അലക്സി കൊസീജിയൻ ആണ് താഷ്കന്റ് കരാറിന് മധ്യസ്ഥത വഹിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി? എന്തിനു വേണ്ടിയിട്ടായിരുന്നു താഷ്കന്റ് കരാറ്? 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ. മനസ്സിലായ? 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു താഷ്കന്റ് കരാറ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെക്കുന്നു. ഓക്കെ, ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് ആരാണ്? റഷ്യയുടെ പ്രീമിയർ ആയിട്ടുള്ള അലക്സി കൊസീജിയൻ ആണ് മധ്യസ്ഥത വഹിച്ചത്. ഓക്കെ, ഈ കരാർ ഒപ്പുവെച്ചത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കണ്ടിൽ വെച്ചാണ് ഒപ്പുവെച്ചത്. ഈ കരാർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു കേട്ട് കഴിഞ്ഞാൽ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ആൻസർ 1ഉം 4ഉം ശരി. 1ഉം 4ഉം ശരി എന്നാണ് ആൻസർ വരുന്നത്. ബി വരും, ബി. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത താഷ്കന്റ് കരാർ മനസ്സിലായല്ലേ? മനസ്സിലായോ ഇപ്പം? ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. വിശേഷണം മറക്കരുത്. ഒരു ചെറിയ കുരുവിയുടെ അവസാന വിജയം. കൊച്ചു കുരുവിയുടെ അവസാന വിജയം. ഓക്കെ,
അടുത്ത് പഞ്ചവത്സര പദ്ധതികളും അവയുടെ കാലയളവും താഴെ കൊടുക്കുന്നു. അത് തെറ്റായ ജോഡി ഏതെന്നാണ്. ഓക്കെ, ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കി, കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? വളരെ ഇവിടെ ഓപ്ഷൻ ഡി വരും, ഓപ്ഷൻ ഡി വരും അല്ലെ? ഓപ്ഷൻ ഡി വരും. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറഞ്ഞേ. 2012-17 2012-17 12ാം പഞ്ചവത്സര പദ്ധതി. 2012-17 ആ ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ഇന്ത്യൻ ഭരണഘടന ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓക്കെ, നമുക്കിട ഈ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒരുപാട് എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് ഉപലക്ഷ്യങ്ങൾ വരാറുണ്ട്, മനസ്സിലായ? ആ ഉപലക്ഷ്യങ്ങൾ ഞാൻ അത് ഒറ്റ ഇതായിട്ട് ഒരു ഉപലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക്, കൈവരിച്ച വളർച്ചാ നിരക്ക് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പദ്ധതി കാലത്ത് ആരംഭിച്ച കാര്യങ്ങൾ, മനസ്സിലായ? അപ്പൊ ഈ ഓരോ സംഭവങ്ങൾ ആരംഭിച്ച പദ്ധതി ഇല്ലേ, അപ്പൊ അത് നമുക്കൊരു സെറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കാം. ഈസിയാണ് അത് പഠിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ അത് പഞ്ചവത്സര പദ്ധതി ടെൻഷൻ ആവണ്ട. ഞാൻ CPO എക്സാം എടുത്തു തരാം. CPO എക്സാം ജൂൺ 25-നോ? CPO എക്സാം എപ്പോഴാ CPO എക്സാം ആരുമില്ലേ? ജൂൺ 8-നാണ്. അപ്പൊ അതിന് മുമ്പ് എടുത്തുതരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാനിപ്പോ നമ്മൾ ഈ പ്രീവിയസ് വർക്കൗട്ടിൽ ഞാൻ ഈ ആഴ്ച കോൺസ്റ്റന്റ് എടുക്കാനും അടുത്ത ആഴ്ച എക്കണോമിക്സ് നമ്മൾ എടുക്കുന്നത്. അതിന് മെയിൻ കാരണം ഈ CPO എക്സാം ഉള്ളവരുള്ളതുകൊണ്ടാണ്, മനസ്സിലായി? CPO എക്സാം ഉള്ളവരുടെ കുട്ടികൾക്ക് 8 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. 8 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ എക്കണോമിക്സ് ഒക്കെ നല്ല ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ CPO എക്സാമുള്ള ആൾക്കാർ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ നല്ല ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, +2 ലെവൽ POയ്ക്കോ? അതാണോ ഉദ്ദേശിക്കുന്നേ? ഇപ്പൊ എടുക്കുന്ന +2 POക്കാണ് എടുക്കുന്നത് കേട്ടോ. ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ +2 POയ്ക്ക് ഇപ്പൊ എടുക്കുന്നത്. ഓക്കെ, ശരി. അത് ഡെയിലി വർക്കൗട്ട് +2 POയ്ക്ക് എടുക്കുന്നത്. ശരി. അപ്പൊ അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദ്യം. ഇതും പ്രീവിയസ് ആണ്. 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് ഏത് പ്രകാരം എന്നാണ് ചോദ്യം. ഏതാണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 80 ആണ്. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 80 ആണ്. ആർട്ടിക്കിൾ 80 പ്രകാരമാണ് രാഷ്ട്രപതി 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ആ 12 വിഷയങ്ങളൊക്കെ അറിയാലോ നിങ്ങൾക്ക്. 12 പേര് നോമിനേറ്റ് ചെയ്യുന്ന 4 വിഷയങ്ങൾ അറിയാലോ. 4 വിഷയങ്ങൾ അറിയാലോ. ഏതൊക്കെയാ? കല, സാഹിത്യം, ശാസ്ത്രം, പൊതുപ്രവർത്തനം അല്ലേ? കല, സാഹിത്യം, ശാസ്ത്രം, പൊതുപ്രവർത്തനം. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുപ്രവർത്തനം. ഓക്കെ. അടുത്ത, ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുകയായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞു കിടക്കുകയായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ട് എന്നാണ് ചോദ്യം. അവിടെ ഓപ്ഷൻ ബി കോവാറന്റോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് അധികാരം എന്നർത്ഥം വരുന്ന, മനസ്സിലായില്ലേ? എന്ത് അധികാരം എന്നർത്ഥം വരുന്ന റിട്ടാണ് ഏത്? കോവാറന്റോ. എന്ത് അധികാരം. ഞാൻ അത് കണക്ഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ആരെങ്കിലും വാറണ്ടും കൊണ്ട്, ഏതെങ്കിലും പോലീസുകാരന്മാർ വാറണ്ടും കൊണ്ട് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, സിനിമയിലെ കണ്ടില്ലേ, എന്ത് അധികാരത്തിലാണ് നീ വാറണ്ടും കൊണ്ട് വീട്ടിൽ കയറി വന്നതെന്ന് ചോദിക്കത്തില്ല. അങ്ങനെ ഓർത്ത് എന്ത് അധികാരത്തിലാണ് വാറണ്ടും കൊണ്ട് വീട്ടിൽ വന്നെന്ന് ഓർത്താൽ മതി. ഓക്കെ, കോവാറന്റോ. ഇതിൽ വേറെ ചോദ്യമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പുറപ്പെടുവിച്ച റിട്ട് ഇതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച റിട്ട് ഇതാണ് കേട്ടോ. ക്ലിയർ ആണ്. അപ്പൊ കോവാറന്റോ എന്ത് അധികാരത്തിൽ വാറണ്ട് കൊണ്ട് വന്ന് നോക്കുന്നത് കേട്ടാ. ശരി. താഴെ കൊടുത്തവയിൽ ഇന്ത്യ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിലാണ് ലഹരി പാനീയങ്ങൾ, മയക്കുമരുന്നുകൾ എന്നിവയുടെ നിരോധനം പ്രതിപാദിക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്ത്. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 47. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 47. 1.5 ആവാറായ. ഇപ്പൊ കഴിയാം. നിങ്ങൾ വിശക്കണല്ലേ?
ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്ന പ്രിവി പേഴ്സ് വാർഷിക അലവൻസ് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണെന്നാണ് ചോദ്യം. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ ഇന്ദിരാഗാന്ധി. ഓക്കെ, അടുത്ത ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളുടെ സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്? ഇതൊക്കെ സ്ഥിരം ചോദ്യം. കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി 86. ഓപ്ഷൻ സി 86. ഹിമാലയൻ പർവ്വത നിരകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏതെന്നാണ്? ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതങ്ങളാണ് ഹിമാലയൻ മലനിരകൾ. ബർസിൻ പാസ്, ലിബുലേഖ് ചുരം, നാഥുല ചുരം തുടങ്ങിയവ ഹിമാദ്രി മേഖലയിലാണ്. കാശ്മീർ, കുളു, കാഗ്ര തുടങ്ങിയ താഴ്വരകൾ സിവാലിക് മേഖലയിലാണ്. സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മസൂരി, നൈനിറ്റാൾ, അൽമോറ എന്നിവ ഹിമാചലിന്റെ ഭാഗമാണ്. ഇതിൽ ഏതാണ് ശരിയില്ലാത്തതെന്ന് ചോദ്യം. കമന്റ് ചെയ്തേ. ഏതാ ശരിയല്ലാത്തത്? പിള്ളേരെ ഇതിൽ ഓപ്ഷൻ സി 3 ഓപ്ഷൻ സി 3. അതായത് ഇവിടെ നമുക്ക് നോക്കാം, ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയൻ മലനിരകൾ. ശരിയായിട്ടുള്ളതാണ്. അടുത്ത് ബർസിൻ പാസ്, ലിബുലേഖ് ചുരം, നാഥുല ചുരം തുടങ്ങിയവ ഹിമാദ്രി മേഖലയിൽ, അതും ശരിയാണ്. കാശ്മീർ, കുളു, കാഗ്ര തുടങ്ങിയ താഴ്വരകൾ സിവാലിക്കിൽ, അത് തെറ്റാണ്. അപ്പോൾ അതെവിടെയുണ്ടാ? ഈ പറയുന്ന കാശ്മീർ, കുളു, കാഗ്ര എവിടെയാണ്? സിവാലിക്കിലല്ല, അത് ഹിമാചലിലാണ്. എവിടെയാണ്? ഹിമാചലിലാണ്. ഹിമാചലാണ് ആൻസർ വരുന്നത്. ഹിമാചലാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഹിമാചലാണ് ആൻസർ വരുന്നത്. സെക്കൻഡ്. ഹിമാചലാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇത് എവിടെയാണ്? അത് കാശ്മീർ ഏത് സംസ്ഥാനം? എവിടെയാണ് കാശ്മീർ? ജമ്മു. കാശ്മീർ താഴ്വര ജമ്മു കാശ്മീരിലും. ഈ കുളു കാഗ്രയൊക്കെ എവിടെയാണ്? കുളു കാഗ്ര അത് ഹിമാചൽ പ്രദേശിലുമാണ് കേട്ടോ. കുളു കാഗ്ര എവിടെയാണ് പിള്ളേരെ? ഹിമാചൽ പ്രദേശിലും. കാശ്മീർ ജമ്മു കാശ്മീരിലാണ്. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലും. കുളുവും കാഗ്രയൊക്കെ എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലുമാണ്. അടുത്ത ചോദ്യം, പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് ചോദ്യം? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാ? കമന്റ് ചെയ്തേ. പഞ്ചാബോ? ഓപ്ഷൻ ബി രാജസ്ഥാനാണ്. ഓപ്ഷൻ ബി രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് ആൻസർ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി രാജസ്ഥാനാണ്. അടുത്ത ചോദ്യം, സിംലിപാൽ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? സിംലിപാൽ ഏത് സംസ്ഥാനം? പിള്ളേർ സിംലിപാൽ ഓപ്ഷൻ ഡി ഒഡീഷ. സിംലിപാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷ. താഴെ കൊടുത്തവയിൽ ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതെന്നാണ് ചോദ്യം. മെട്രോപൊളിറ്റൻ നഗരം. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം. എന്തുവാടാ നീയൊക്കെ പറയുന്നേ? ഉത്തരായന രേഖ അല്ല ചോദിച്ചത്, ഭൂമധ്യരേഖ ചെന്നൈ ആണ്. ചെന്നൈയാണ് ആൻസർ കേട്ടോ. ചെന്നൈ. ഓക്കെ, ചെന്നൈ ആണ് കേട്ടോ. ചെന്നൈ. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ചോദിച്ചാൽ ചെന്നൈ ആണ്. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ ഏതാ? തുറമുഖം. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാ? തുറമുഖം ചോദിക്കുകയാണെങ്കിൽ തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയാണ് കേട്ടോ. തൂത്തുക്കുടി. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ചോദിക്കുകയാണെങ്കിൽ തൂത്തുക്കുടിയാണ്. തലസ്ഥാന നഗരം ചോദിച്ചാൽ ഏതാ? തലസ്ഥാന നഗരം ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. തലസ്ഥാന നഗരം ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. 3 ചോദ്യം മറക്കണ്ട. മെട്രോപൊളിറ്റൻ നഗരം ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ ആണ്. തുറമുഖം ചോദിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ. തുറമുഖം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഉള്ളത്? തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയാണ് തുറമുഖം. പോർട്ട് ബ്ലെയർ അങ്ങ് മാറിയില്ലേ നിൽക്കുന്നേ. അടുത്ത ഇത് ഈ തലസ്ഥാന നഗരം ചോദിക്കുകയാണെങ്കിൽ ഏതാ ഉള്ളത്? തിരുവനന്തപുരമാണ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം കഴിഞ്ഞു. താഴെ കൊടുത്ത കൊടുമുടികളെയും അവയുടെ പേരുകളെയും തമ്മിൽ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എന്നാണ് ചോദ്യം. കാഞ്ചൻജംഗ, മൗണ്ട് കേറ്റു, എവറസ്റ്റ്, നങ്ക പർവ്വത്, ഡയാമീർ, ചൊലോലുംഗ, സേവാലുംഗ, ചൊഗോറി. ഓക്കെ, അതൊരു കോൾ വന്നതാ. ഉത്തരായന രേഖ വരുമ്പോഴാണ് കൊൽക്കത്ത വരുന്നത്. ഉത്തരായന രേഖയാണ് കൊൽക്കത്ത വരുന്നത് കേട്ടോ. ഉത്തരായന രേഖയുടെ ചോദ്യത്തിലാണ് കൊൽക്കത്ത വരുന്നത്. മാറിപ്പോവരുത്.
അപ്പൊ ഇതൊന്ന് ചേരുമ്പോഴും ചേർത്തേ. ഏതാ ആൻസർ? പറ്റുന്നില്ലേ? കിട്ടുന്നില്ലേ? ഓപ്ഷൻ സി ആണോ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ. അതായത് കാഞ്ചൻജംഗ, സേവാലിൻമാർ, മൗണ്ട് കേറ്റു ചൊഗോറി, എവറസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവറസ്റ്റ് ഏതാ? ചൊമോ ലിങ്മ, അതുപോലെ നംഗപർവ്വതമാണ് ദയാമീർ. മനസ്സിലായ? അങ്ങനെയാണ് വരുന്നത് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ